ഹരേ കൃഷ്ണ. ഇന്നത്തെ ചൈതന്യ ചരിതം ക്ലാസ്സിലേക്ക് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും ഉചിതമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 7-ാം അധ്യായമായ ശ്രീ ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങളിൽ എന്ന അധ്യായത്തിലെ 121-ാമത്തെ ശ്ലോകമാണ്. അധ്യായം ആദിലീല അധ്യായം 7 ശ്ലോകം 121. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 121. വ്യാസേരെ സൂത്രത്തെ കഹേ പരിണാമവാദ ഭ്രാന്ത ബലിതാര ഉഠായില വിവാദ. വ്യാസേരെ സൂത്രത്തെ കഹേ പരിണാമവാദ വ്യാസ ഭ്രാന്ത ബലിതാര ഉഠായില വിവാദ. വ്യാസേരെ സൂത്രത്തെ കഹേ പരിണാമവാദ വ്യാസ ഭ്രാന്ത ബലിതാര ഉഠായില വിവാദ. ശബ്ദാർത്ഥം: വ്യാസേരെ വ്യാസദേവന്റെ, സൂത്രേത്തെ വാക്യങ്ങളിൽ, കഹേ പറയുന്നു, പരിണാമങ്ങൾ വാദ തത്വം, വ്യാസൻ ഭ്രാന്ത തെറ്റായി, ബലി അദ്ദേഹത്തെ കുറ്റം പറയുന്നു, താര അദ്ദേഹത്തിന്റെ, ഉഠായില ഉന്നയിച്ചു, വിവാദ എതിർപ്പ്. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: എല്ലാം ഭഗവത് ശക്തിയുടെ രൂപാന്തരങ്ങളാണെന്ന് ശക്തി പരിണാമവാദം വ്യാസദേവൻ വേദാന്ത സൂത്രത്തിൽ വിവരിക്കുന്നു. എന്നാൽ വ്യാസന്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ലോകത്തെ വഴി തെറ്റിക്കുകയുണ്ടായി. ഇപ്രകാരം അദ്ദേഹം ആഗോളതലത്തിൽ ആസ്തിക്യ സിദ്ധാന്തത്തിന് തന്നെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭാവാർത്ഥം കുറച്ച് വലുതാണ്. അപ്പൊ നമ്മൾ ഓരോരോ പാരഗ്രാഫായിട്ട് വായിച്ചിട്ട് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഒരു 3-4 പേജ് ഇതിലുണ്ട്. കുറച്ച് തത്വപരമായിട്ടുള്ളൊരു ഭാവാർത്ഥമാണ്. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭഗവാന്റെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്. ഭാവാർത്ഥം: ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ വിവരിക്കുന്നു, ഭഗവാന്റെ വിവിധ തരം ശക്തികളുടെ പരിണാമം മൂലമാണ് വിശ്വാവിഷ്കാരം സാധ്യമാകുന്നുവെന്ന് വേദാന്ത സൂത്രത്തിൽ വ്യാസദേവൻ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഭഗവാനു ശക്തിവിശേഷങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കാൻ ശങ്കരാചാര്യർ തയ്യാറില്ല. അദ്ദേഹത്തിന്റെ വാദം അനുസരിച്ച് വ്യാസന്റെ പരിണാമ സിദ്ധാന്തം മൂലം ഭഗവത് ശക്തികൾക്കല്ല, മറിച്ച് ഭഗവാന് തന്നെ ആണ് പരിണാമം സംഭവിക്കുക. ഈ വാദം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം വൈദിക സാഹിത്യങ്ങളിലെ വ്യക്തമായ പല പ്രസ്താവനകളെയും അർത്ഥം വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചു. പക്ഷേ ഈശ്വരൻ അഥവാ പരമസത്യം പരിണാമങ്ങൾക്ക് വിധേയമായാൽ പരമസത്യത്തിന്റെ അദ്വിതീയ സ്വഭാവത്തിന് കോട്ടം തട്ടുവാനിടയാകുമല്ലോ. അങ്ങനെ ആകയാൽ പരിണാമവാദം മുന്നോട്ട് വയ്ക്കും വഴി പിഴ സംഭവിച്ചത് വേദവ്യാസന് തന്നെയാണെന്ന് ശങ്കരാചാര്യ ആരോപിക്കുന്നു. തന്റെ അദ്വൈത തത്വശാസ്ത്രം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പരിണാമവാദത്തിന് പകരം വിവർത്തവാദം, എല്ലാം മായയാണെന്ന മായാവാദ പ്രമേയം സ്ഥാപിച്ചു. ഓം ജ്ഞാനദിവ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീദപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനനാദാം വിദന്തം സജീവം സാദ്വേദം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സനലീല ശിലാവിശാഖാൻ വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ.
ചർച്ച ചെയ്യുന്നത് 121 ശ്ലോകമാണ്. അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ജസ്റ്റ് 120 ശ്ലോകത്തിന്റെ ഒരു വിവർത്തനം വായിക്കാം. എന്നാൽ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. അപ്പൊ 120 ശ്ലോകത്തിൽ വിവർത്തനത്തിൽ പറയുന്നു: ഏന ജീവ തത്വലന ലിഖി പരതത്വ അച്ഛന്ന കരീല ശ്രേഷ്ഠ ഈശ്വര മഹത്വം. വിവർത്തനം: നിസ്സാരമായ ജീവസത്തകളെ സർവേശ്വരനായി പരമാർത്ഥ സത്യമായി സ്വീകരിക്കുക വഴി തരം താഴ്ന്നതാകുന്നു മായാവ തത്വശാസ്ത്രം. എന്തെന്നാൽ ഈ ഏകത്വവാദം ഈശ്വരന്റെ മഹത്വങ്ങളെയും പരമാധികാരത്തെയും മൂടുപടമിട്ടു മറയ്ക്കുന്നു. ഇന്നത്തെ ശ്ലോകം: എല്ലാം ഭഗവത് ശക്തിയുടെ രൂപാന്തരങ്ങളാണെന്ന് ശക്തി പരിണാമവാദം വ്യാസദേവൻ വേദാന്ത സൂത്രത്തിൽ വിവരിക്കുന്നു. എന്നാൽ വ്യാസന്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് ശങ്കരാചാര്യൻ ലോകത്തെ വഴിതെറ്റിക്കുകയുണ്ടായി. ഇപ്രകാരം അദ്ദേഹം ആഗോളതലത്തിൽ ആസ്തിക സിദ്ധാന്തത്തിന് തന്നെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു ശ്ലോകത്തില് വ്യാസദേവൻ നമുക്കറിയാം ദ്വൈത സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം അല്ലെ, രണ്ട് തരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. നമ്മളും ഭഗവാൻ എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലേ. അപ്പൊ അവരാണ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ വ്യക്തികളാണ് മായാവാദം അല്ലെങ്കിൽ ആസ്തിക സിദ്ധാന്തം എന്ന് പറയുന്നത്. നാസ്തിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ആസ്തിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ഈശ്വരൻ പരമേശ്വരനാണ്, ജീവാത്മാക്കൾ എന്തെന്നും ഭഗവാന്റെ ദാസന്മാരാണ് ഉള്ള സിദ്ധാന്തമാണ് നമുക്ക് ആസ്തിക സിദ്ധാന്തം പറയുന്നത്. പക്ഷെ ഈ ഒരു ശ്ലോകത്തില് വ്യാസദേവൻ വളരെ വ്യക്തമായിട്ട് വേദാന്ത സൂത്രത്തില് ഭഗവാൻ സർവേശ്വരനാണെന്നും നമ്മള് ഭഗവാന്റെ അംശങ്ങളാണെന്നും വളരെ വ്യക്തമായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ശങ്കരാചാര്യർ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ആക്ച്വലി അത് തെറ്റാണെന്നുള്ള വാദത്തിൽ അദ്ദേഹം പല ശാസ്ത്രങ്ങളിൽ നിന്നുള്ള പല പല ശ്ലോകങ്ങളെടുത്ത് അതിനെ വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ആ ഒരു നാസ്തിക സിദ്ധാന്തത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തു. കാരണം നമുക്കറിയാം, നമ്മള് ഭഗവാനെ പരമേശ്വരനായി സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ദാസനാവുന്നു. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യം. അപ്പം പൊതുവെ നമുക്കറിയാം, നമുക്ക് ആരെയും ഒരു വ്യക്തിയും നമുക്ക് നമ്മുടെ ഉയർന്നതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാനാണ് പരമാർത്ഥമായിട്ടുള്ള എൻജോയ് അല്ലെ, നമ്മളാണ് ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി, എനിക്ക് എല്ലാ സന്തോഷവും വേണം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും ഉള്ളത്. ആർക്കും ഒരു വ്യക്തിയെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, ജീവാത്മാക്കളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം ജീവര സ്വരൂപേ കൃഷ്ണേർ നിത്യദാസ്. അപ്പൊ ജീവാത്മാക്കൾ എന്നും ഭഗവാനെ സേവനം ചെയ്യുന്നത് എന്നൊരു അത് അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു നാസ്തിക സിദ്ധാന്തം അദ്ദേഹം കൊണ്ടുവന്ന സമയത്ത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്? ഞാൻ ആരത്തും ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആരത്തും റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യമില്ല, ഞാൻ ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിലല്ലേ ഞാൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പാലിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ എന്ന വ്യക്തി പറയുന്ന കാര്യം ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനും ഭഗവാനാണ്, എല്ലാവരും ഭഗവാനാണ്, ഈ കാണുന്ന എല്ലാം ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതാണ് എളുപ്പം എന്ന് ചിന്തിച്ചുകൊണ്ട് പല ആൾക്കാരും ഈ ശങ്കരാചാര്യന്റെ ആ ഒരു മായാവത സിദ്ധാന്തം അല്ലെങ്കിൽ ആസ്തിക സിദ്ധാന്തത്തിനെ ഫോളോ ചെയ്തു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഒരു സിദ്ധാന്തത്തിന് ഒരു നിലനിൽപ്പില്ല നമ്മൾ ലോജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ കൂടി. കാരണം നമുക്കറിയാം, എപ്പോഴും നമുക്കറിയാൻ സാധിക്കും എന്തിനു പിന്നിലും ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ടാവും അല്ലെ, എന്തൊരു കാര്യത്തിന് പിന്നിൽ അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു രാജ്യം എടുത്താൽ അതിനൊരു പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരേ സമ്പത്താണോ ഉള്ളത്? അല്ല. എല്ലാവർക്കും ഒരേപോലത്തെ ശക്തിയാണോ ഉള്ളത്? അല്ല. അപ്പൊ നമുക്കറിയാം, കുറച്ച് ശക്തി ഉണ്ടാവും, കുറച്ചൊരു കൂടുതൽ സമ്പത്ത് ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഭൗതിക ലോകത്തില് എപ്പോഴും എല്ലാവരും ഒന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഭഗവാൻ എന്നൊരു വ്യക്തിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ അല്ലെ, നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലെ, മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ കൂടി അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കണം അല്ലെ. ഒരു വ്യക്തിയുടെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു വസ്തു ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അതിസുന്ദരമായിട്ടുള്ള ഒരു ഭൗതിക ലോകത്തിൽ പല പല കാര്യങ്ങൾ, കറക്റ്റ് സമയത്ത് സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സമയാസമയങ്ങളിൽ നമുക്ക് പല പല പച്ചക്കറികളും പഴങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. എത്ര മനോഹരമാണ് ആക്ച്വലി പ്രകൃതി കാണാൻ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പ്രകൃതിയിൽ തന്നെ ഇത്രയും അത് പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നിൽ ഉണ്ടാവണം അല്ലെ. അപ്പം ആ വ്യക്തിയാണ് ഭഗവാൻ എന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നു.
അപ്പൊ അതേ സമയത്ത് നമ്മൾ പറയാണ് ഇല്ല, എല്ലാവർക്കും ഒരേ ശക്തിയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരേ ശക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. പക്ഷെ നടക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ നാസ്തിക സിദ്ധാന്തത്തിന് ഒരു വ്യവസ്ഥ ഇല്ല. ആക്ച്വലി അതിനൊരു ലോജിക് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇതില് ഈ ഒരു ഭാവാർത്ഥത്തിലെ ശീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ടും എങ്ങനെയാണ് ഈ ആ, നാസ്തിക സിദ്ധാന്തം അത് ആക്ച്വലി അത് തെറ്റാണെന്നും അതിനെ പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഭാവാർത്ഥത്തിലൂടെ നമ്മൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഭാവാർത്ഥം കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഓരോരോ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇതിലും പറയുന്നു, ശ്രീ ഭക്തിവിനോദ് ഠാക്കൂർ വിവരിക്കുന്നു, ഭഗവാന്റെ വിവിധ തരം ശക്തികളുടെ പരിണാമം മൂലമാണ് വിശ്വാസകാരം സാധ്യമാകുന്നുവെന്ന് വേദാന്ത സൂത്രങ്ങളിൽ വ്യാസദേവൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഭഗവാന് ശക്തി വിശേഷങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കാൻ ശങ്കരാചാര്യ തയ്യാറാകുന്നില്ല. അപ്പൊ നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന വ്യക്തി, അപ്പൊ അദ്ദേഹം, ഇവര് പറയുന്ന വാദം എന്ന് വെച്ചാൽ ആക്ച്വലി ഭഗവാൻ പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന് ശക്തി വിസ്തരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇല്ലാതാകുന്നതാണ് ഈ നാസ്തികവാദികൾ പറയുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ സാധിക്കില്ല, അല്ലെ? ഒരു അച്ഛനും അമ്മയിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അച്ഛനമ്മ ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. കുഞ്ഞുണ്ടാവുന്നുണ്ട്, അച്ഛനമ്മയും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ ശക്തിയിൽ നിന്ന്, ഭഗവാൻ ശക്തിമാനായതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് പരിവർത്തനം സംഭവിക്കുന്നത്, അദ്ദേഹം പൂർണ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണതയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ, നമുക്ക് ഭൗതിക കണക്കനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്തു മാറ്റി കഴിഞ്ഞാൽ അവിടെ കുറയും. പക്ഷെ ആധ്യാത്മിക കണക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും അതിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നില്ല. അപ്പൊ അത് ഭഗവാൻ എപ്പോഴും പൂർണ്ണനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും കുറവ് സംഭവിക്കുന്നില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഭഗവാൻ ഒരിക്കലും മാറ്റം സംഭവിക്കും. ഭഗവാൻ എത്രത്തോളം അദ്ദേഹത്തിന്റെ ശക്തിയിൽ നിന്ന് ഭൗതിക വിസ്തരണങ്ങൾ, അല്ലെ, നമ്മൾ ജീവാത്മാക്കളെ അദ്ദേഹം അനാദികാലമായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ജീവാത്മാക്കളായാലും ശരി, ഭൗതിക ലോകങ്ങളായാലും ശരി, ഭൗതിക ശക്തികളായാലും ശരി, ഈ ശക്തികളൊക്കെ വന്നാൽ കൂടി ഭഗവാൻ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ് യഥാർത്ഥമായിട്ടുള്ള തത്വം. പക്ഷെ ശങ്കരാചാര്യർ അവര് ചിന്തിക്കുന്നത് എന്താണ്? ഭഗവാൻ അങ്ങനെ മാറ്റം വരുന്ന സമയത്ത്, ഭഗവാൻ അങ്ങനെ ശക്തി വിസ്തരണങ്ങൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മാറ്റം വരും എന്നാണ് അവര് ചിന്തിക്കുന്നത്. അപ്പം കാരണം അത് നമ്മളും ഭഗവാൻ ഒന്നാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് വരുന്നത്. പക്ഷെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുന്നത് എപ്പോഴും പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തിന് കൺട്രോളാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇച്ഛ അനുസരിച്ച് എന്ത് കാര്യം നടക്കും. അപ്പൊ പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ എന്നെന്ന് ജീവാത്മാക്കളാണ്, ഭഗവാൻ എന്നെന്നും ഭഗവാനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. നമുക്ക് ഒരിക്കലും ജീവാത്മാക്കളെ എന്നെന്നും ജീവാത്മാക്കളാണ്. ഒരിക്കലും ജീവാത്മാക്കൾ അതിനുശേഷം ഭഗവാനായിട്ട് മാറുന്നില്ല. പക്ഷെ ഭഗവാൻ എന്നെന്നും ഭഗവാനാണ്. അപ്പൊ ജീവാത്മാക്കൾ എപ്പോഴാണ് ഈ ഭഗവാനെ സേവനം ചെയ്യുന്നത്, അപ്പോഴാണ് യഥാർത്ഥമായിട്ടും ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തോട്ട് വരുന്നതും. അതിലൂടെയാണ് അത് ആക്ച്വലി ജീവാത്മാവിന് യഥാർത്ഥമായിട്ട് സ്നേഹബന്ധം പ്രസ്താവിക്കാൻ സാധിക്കുന്നു. ഇതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കാം. ബ്രഹ്മസൂത്രം 2-ാം അധ്യായത്തിലെ ആദ്യ സൂത്രം ഇപ്രകാരം പറയുന്നു: തത് അനന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ. ഭാഷ്യത്തിൽ ഈ സൂത്രത്തെ വ്യാഖ്യാനിക്കുവാനായി ചാന്ദികോപനിഷത്തിലെ 6.1.4 വാചാരം ബണം വികാരോ നാമധേയം എന്ന പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് ഭഗവത് ശക്തികളുടെ പരിണാമം എന്ന തത്വം തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശക്തി പരിണാമത്തെ എതിർക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ന്യായീകരണങ്ങളും തെറ്റാണെന്ന് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഈശ്വര സങ്കല്പം അവ്യക്തിഗതമാകയാൽ വിശ്വാവിഷ്കാരം ഭഗവത് ശക്തികളുടെ പരിണാമമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിരപേക്ഷ സത്യത്തിന്റെ വിവിധങ്ങളായ ശക്തികളെ ഒരുവൻ അംഗീകരിക്കുകയാണെങ്കിൽ ആ ശക്തികൾക്ക് ഉടമയായ നിരപേക്ഷ സത്യത്തെ ഒരു വ്യക്തിയായും അംഗീകരിക്കേണ്ടി വരും. ഒരു വ്യക്തിക്ക് തന്റെ നാനാശക്തികളെ പരിണാമപ്പെടുത്തിക്കൊണ്ട് പല വസ്തുക്കളും സൃഷ്ടിക്കുവാൻ കഴിയും. ഉദാഹരണമായി, ഒരു വ്യവസായി തന്റെ ശക്തിയുടെ രൂപാന്തരങ്ങളായി പടുകൂറ്റൻ ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നു. ഇപ്രകാരം ആ വ്യക്തിയുടെ ശക്തിക്ക് പരിണാമം സംഭവിച്ചെങ്കിലും വ്യക്തി അതേപടി മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ലളിതമായ ഈ വസ്തുത മായാവാദികൾ മനസ്സിലാക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ശക്തിക്ക് പരിണാമം സംഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാറ്റം സംഭവിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുവാൻ അവരുടെ പരിമിതമായ ജ്ഞാനവും മേധാശക്തിയും അവർക്ക് വേണ്ടത്ര ഉദ്ബോധനം നൽകുന്നില്ല. അപ്പം ഇവിടെ ശീല പ്രഭുപാദ് നല്ലൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ഭഗവാൻ പല ശക്തികളോട് വിസ്തരിക്കുന്ന സമയത്ത് ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തിക്കോ ഒരു കുറവും വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേദാന്ത സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് മായാവാദികളായ വ്യക്തികൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ ജ്ഞാനം പരിമിതമാണ്, അവരുടെ ബുദ്ധിയും പരിമിതമായത് കൊണ്ടാണ്. കാരണം
അവരുടെ ബുദ്ധി കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധികൾ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒരിക്കലും ശാസ്ത്രങ്ങളെയും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ എന്താണോ ഗുരു സാധു ശാസ്ത്രം അതനുസരിച്ച് വരുന്ന കാര്യങ്ങളെ നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ റിസർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ശീല പ്രഭുപാദ് ഒരു എക്സാമ്പിൾ തന്ന് മനസ്സിലാക്കണം അല്ലെ? നമുക്കറിയാം ഒരു ഫാക്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഫാക്ടറിയിൽ അതിന്റെ ഒരു MD ഉണ്ടാവും അല്ലെ? അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, അതിന്റെ മുതലാളി ഉണ്ടാവും. അപ്പം ആ വ്യക്തിയുടെ ആ വ്യക്തി ആ വ്യക്തി വ്യക്തി പറഞ്ഞൊരു ഒരു ആ വ്യക്തിയുടെ കമാൻഡ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ? അദ്ദേഹം ആണ് ഫാക്ടറിയുടെ ഉടമ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ ഓരോ പ്രൊഡക്റ്റ് വരുമ്പോഴും അതൊക്കെ ആ വ്യക്തിയുടെ മുദ്രയാണ്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയാണ് അതിന് കാരണം. കാരണം ആ വ്യക്തിയാണ് ആ ഫാക്ടറിയുടെ ഉടമ എന്ന് പറയുന്നത്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനുള്ള ശമ്പളം കൊടുക്കുന്ന ആ വ്യക്തിയായിരിക്കും. അവിടുത്തെ ഫാക്ടറി ഉൽപ്പാദിക്കുന്ന കാര്യങ്ങളെ ലൈസൻസ് എടുത്ത ആ വ്യക്തിയായിരിക്കും. അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ ഓണർ എന്ന് പറയുന്ന ആ വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ആ വ്യക്തി ഓരോ സ്ഥലങ്ങളില്ലെങ്കിലും പക്ഷെ അതെല്ലാം ആ വ്യക്തിയുടെ ആണ്. ഇല്ലേ? നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ആ വ്യക്തി ഇരിക്കുന്ന ഒരു ചെയറിലായിരിക്കും. ഒരു MD പറഞ്ഞ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു AC ക്യാബിനിൽ ചേർന്നിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിയുടെ ശക്തിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ. അല്ലെ? ആ വ്യക്തി പറയും ആ വ്യക്തിയുടെ അണ്ടറിൽ കുറച്ച് മാനേജർമാരുണ്ടാവും. അവർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ആ വ്യക്തി അതേ സമയത്ത് ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ ഫാക്ടറി ഉണ്ടാക്കി അവിടുത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തി അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ 1000, 10,000, 1,00,000 പേര് അവിടെ ജോലി ചെയ്യുന്നു. അവിടെ ഈ പല പല ഫാക്ടറിയിൽ നിന്ന് പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അത് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നു. അതേസമയത്ത് ആ വ്യക്തി അവിടുത്തെ ഓരോ സ്ഥലങ്ങളും പോയിട്ട് അവിടെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ പോയി അവിടെ ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനെ റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്യാനൊന്നും അദ്ദേഹം പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി എന്തുണ്ട്? അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ ശക്തി അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. അപ്പം ഭഗവാന്റെ ശക്തി പ്രവർത്തിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരിക്കലും വിഘടിച്ചു പോകുന്നില്ല. ഭഗവാൻ അവിടെ തന്നെ ഉണ്ട്. ഗോലോകവൃന്ദാവനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം അവിടെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഗോപബാലന്മാരുടെ കൂടെയൊക്കെ. അപ്പൊ അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പറയുന്നത് ആക്ച്വലി നമുക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ആ ഒരു വ്യക്തി ആ ഫാക്ടറിയുടെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഈ ഒരു ഫാക്ടറിയിലുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ വ്യക്തിത്വം എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴും അതുണ്ട്. ഒരിക്കലും ഇവിടെ ആയിരക്കണക്കിന് നമ്മൾ യൂണിവേഴ്സസ് ക്രിയേറ്റ് ചെയ്താലും അതിലോട്ടൊക്കെ അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ശക്തി വീടിച്ചു പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹം ശക്തി കുറയോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ലോജിക്കലായിട്ട് ശീല പ്രഭുപാദ് ഇവിടെ പറഞ്ഞുതരാണ് ചെയ്യുന്നത്. ഞാൻ അടുത്തൊരു ഇത് നോക്കാം. പരമസത്യത്തിന്റെ ശക്തികളുടെ പരിണാമ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ വൈമുഖ്യം ഉള്ളതിനാൽ ശങ്കരാചാര്യർ മായവാദം അവതരിപ്പിച്ചു. നിരപേക്ഷ സത്യം അവ്യക്തിഗതമെന്നും ആ സത്യത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ലെന്നും മാറ്റം സംഭവിക്കുന്നതിനായി നാം തെറ്റായി ചിന്തിക്കുന്നുവെന്നാണ് ശങ്കരാചാര്യ മായവാദ തത്വം പ്രഖ്യാപിക്കുന്നത്. എല്ലാം അഭേദമായതിനാൽ ജീവസത്യം ഈശ്വരന് ഒന്ന് തന്നെ ഇതാണ് മായവാദ തത്വം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു തത്വത്തിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു സിദ്ധാന്തം പുറത്തു വന്നത്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്? ഇപ്പൊ നിരപേക്ഷ സത്യം അവ്യക്തിഗതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ സത്യം ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പോലത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സർവേശ്വരന് ഒരു രൂപം ഉണ്ടാവണമല്ലോ അല്ലേ? അല്ലാതെ അദ്ദേഹത്തിന് രൂപമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സർവേശ്വരന് എന്തോ കുറവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതേ സമയത്ത് അവരെന്താ ചിന്തിക്കുന്നത്? നിരപേക്ഷ സത്യം അവ്യക്തിഗതമാണെന്നും അപ്പം അങ്ങനത്തെ ഒരു സത്യത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്ന രീതിയിൽ അവര് ഭഗവാന് ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് എന്താണ്? ഭഗവാൻ ഒരു അവ്യക്തിഗതമാണെന്നുണ്ടെങ്കിൽ അതിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിലോട് അവർ പേടിക്കുന്ന സമയത്ത് മാറ്റം സംഭവിക്കുന്നില്ല എന്ന ചിന്താഗതിയോടെ അവർ അതിനെയാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ ജീവസത്തെയും ഈശ്വരനും ഒന്ന് തന്നെയാണ്. അതെ, നമ്മളും ഭഗവാൻ ഒന്നാണ് ഇല്ലല്ലോ. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, നമ്മൾ ജീവസത്യം ആണെന്നുള്ള ഡിഫറൻഷിയേഷൻ വരുമ്പോഴാണ് അവിടെ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുക, അദ്ദേഹം സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. പക്ഷെ അതേ സമയത്ത് നമ്മളും ഭഗവാനും ഒന്നാണെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ഒന്നിലോട്ട് നയിക്കും. ഇപ്പൊ നമുക്കും നമ്മളെന്ത് സംഭവിക്കും? നമ്മൾ ഭഗവാൻ ഒന്നായി തീരും എന്ന ആ ഒരു ഫിലോസഫിയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെയാണ് മായാവത് തത്വമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതില് പ്രഭുപാദ് ഇനി വരുന്ന ശ്ലോകങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് അത് തെറ്റാണെന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാം. വിവിധ തരം ശക്തികളുള്ള ഒരു വ്യക്തിയായിട്ടാണ് വ്യാസദേവൻ നിരപേക്ഷ സത്യത്തെ വിവരിക്കുന്നത്. സൃഷ്ടി ഉണ്ടാകണം എന്ന്
അദ്ദേഹം ഇച്ഛിക്കുകയും തന്റെ വീക്ഷണത്തിൽ സ ഏക്ഷത ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. സ അസൃജത സൃഷ്ടിക്ക് ശേഷവും അവിടുന്ന് അവിടുന്ന് അതേ വ്യക്തിയായി നിലകൊള്ളുന്നു. അവിടുന്ന് സൃഷ്ടി ജാലങ്ങളായി പരിമണി പരിണമിക്കുന്നില്ല. ഭഗവാൻ അചിന്ത്യ ശക്തികൾ ഉണ്ടെന്നും അവിടുന്ന് ആജ്ഞാപ്രകാരവും ഇച്ഛപ്രകാരവും വിവിധങ്ങളായ ആവിഷ്കാരങ്ങൾ ഉടലെടുക്കുന്നുവെന്നും ഒരുവൻ മനസ്സിലാക്കേണ്ടതാണ്. സതത്വതോ അന്യതാ ബുദ്ധിർ വികാര ഇത് ഉദാഹൃത. ഒരു തത്വത്തിൽ നിന്ന് മറ്റൊരു തത്വം സംജാതമാകുന്നു എന്ന് ഈ വേദമന്ത്രം സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി പിതാവ് എന്ന പ്രഥമ വസ്തുതയിൽ നിന്ന് പുത്രൻ എന്ന ദ്വിതീയ വസ്തുത സംജാതമാകുന്നു. ഇപ്രകാരം പ്രഥമ തത്വത്തിൽ നിന്ന് ഉപോൽപ്പന്നമായി സ്വതന്ത്രമായ ദ്വിതീയ തത്വം സംജാതമാകുന്നതിനെ വികാര അഥവാ പരിണാമം എന്ന് വിളിക്കുന്നു. പരബ്രഹ്മം നിരപേക്ഷ സത്യവും ജീവസത്തകൾ വിഷാവിഷ്കാരം എന്നിങ്ങനെ അവിടുന്നിൽ നിന്നും ഉദ്ഭവിക്കുന്ന ശക്തികൾ വ്യത്യസ്തമായി നിലകൊള്ളുന്ന സത്യങ്ങൾ ആകുന്നു. പാലിലെയും തൈരിലെയും ഘടകവസ്തുക്കൾ ഒന്ന് തന്നെ ആണെങ്കിലും പാലിന്റെ ഒരു രൂപാന്തരമാണത് എന്നാണ് തൈര്. ഇതൊരു സത്യം മറ്റൊന്നിനെ പരിണമിക്കുന്നു എന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പരിണാമ സിദ്ധാന്തം എന്നാണ് നമുക്ക് പറയുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യത്തെ. അപ്പം ഇതിൽ മനസ്സിലാകുന്ന കാര്യം എന്താണ്? അപ്പൊ ഇതിൽ പറയുന്നത് ഭഗവാൻ ഇതിൽ പറയുന്ന ഈക്ഷത അസർജത എന്ന കാര്യം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഭഗവാൻ സൃഷ്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ജസ്റ്റ് സൃഷ്ടി ഉണ്ടാകണം, വീക്ഷണത്തിൽ ഉണ്ടാകുന്നു. പിന്നെ അത് അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ ആ സൃഷ്ടിക്ക് ശേഷവും ഭഗവാൻ അകത്ത് നിലകൊള്ളുന്നുണ്ട്. ഒരിക്കലും സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ ഇല്ലാതായി നമുക്ക് ശാസ്ത്രങ്ങളോ ഒന്നും പറയുന്നില്ല. സൃഷ്ടിക്ക് ശേഷവും ഭഗവാൻ പരമദീപത്വ പുരുഷനായിട്ട് അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നു, അദ്ദേഹം ലീലകൾ ആടുന്നു. ആ സൃഷ്ടിയിൽ തന്നെയാണ് ഭഗവാൻ അവതരിച്ച് ഇവിടെ ഗോലകുരുനാഥിൽ വന്ന് അദ്ദേഹം ലീലകൾ ആടിയതും. അപ്പൊ അതേ സമയത്ത് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ശീലപ്രഭുപാദ ഒരു തത്വം പറയുന്നു. നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ ഒരു തത്വം ആവശ്യമാണ്. കാരണം ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് ലോജിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു അച്ഛനിൽ നിന്ന് മകൻ ഉണ്ടാകുന്ന സമയത്ത് അപ്പം അച്ഛനിൽ നിന്നാണ് മകൻ ഉണ്ടാകുന്നത്. അപ്പൊ അച്ഛന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. അച്ഛൻ എന്നും അച്ഛനായിട്ടുണ്ട്, മകൻ മകനായിട്ടും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ സൃഷ്ടിക്ക് ശേഷവും ഭഗവാൻ എന്നും അവിടെ ഉണ്ട്. ഇനി എന്നെന്നും ഭഗവാൻ ഗോലകുരുനാഥത്തിൽ ഉണ്ടാവും. അതേ സമയത്ത് അദ്ദേഹത്തിന് പല പല ലീലകൾ ആടാൻ വേണ്ടിയിട്ട് അതേ വ്യക്തി തന്നെയാണ് ഈ ഭൗമ ലോകത്തിലോട്ട് അദ്ദേഹം വരുന്നതും മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണോ നമുക്ക് പാലും തൈരും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, പാലിലും തൈരിലും ഘടകവസ്തുക്കൾ ഒന്ന് തന്നെയാണ്. പക്ഷെ ആ പാല് തന്നെയാണ് ഒരു രൂപാന്തരം, പാലിന്റെ രൂപാന്തരമാണ് തൈര് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ഒരു സത്യം മറ്റൊരു സത്യത്തിനെ നമ്മൾ പരിണമിക്കുന്നതിനാണ് പരിണാമ സിദ്ധാന്തം എന്നുള്ള സിദ്ധാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു പാരഗ്രാഫ് വായിക്കാം. ചാന്ദ്യോപനിഷത്തിലെ ഒരു മന്ത്രം ഇപ്രകാരം പറയുന്നു: ഐതതാത്മ്യം ഇതം സർവം സംശയം വിന, ഈ പ്രപഞ്ചം സർവവും ബ്രഹ്മമാകുന്നു എന്ന് ഈ മന്ത്രം സൂചിപ്പിക്കുന്നു. ചേതാശ്വത ഉപനിഷത്ത് സ്ഥിരീകരിക്കുന്നത് പോലെ നിരപേക്ഷ സത്യത്തിന് അചിന്ത്യങ്ങളായ ശക്തികളുണ്ട്. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ. പരമപുരുഷന്റെ വിവിധങ്ങളായ ശക്തികളുടെ തെളിവാണ് ഈ വിശ്വാവിഷ്കാരം. ഭഗവാന് യാഥാർത്ഥ്യമായതിനാൽ അവിടുന്ന് നിന്നും സൃഷ്ടിക്കപ്പെടുന്നവയും യാഥാർത്ഥ്യങ്ങളാകുന്നു. എല്ലാ സത്യവും പൂർണ്ണമാകുന്നു. എന്നാൽ ആദിപൂർണനായ പരമപുരുഷൻ അതേപടി മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ. പരിപൂർണനായ ഭഗവാൻ വിവിധ ശക്തികൾ ഉരുത്തിരിഞ്ഞ് അവിടുന്ന് നിന്ന് വ്യത്യസ്തമെന്ന പോലെ സൃഷ്ടിയായി പ്രകടമാകുന്നു. എങ്കിലും തന്റെ വ്യക്തിത്വം അതേപടി നിലനിർത്തക്ക വിധം പരിപൂർണനാണ് നിരപേക്ഷ സത്യം. യാതൊരു പരിതസ്ഥിതിയിലും അവിടുന്ന് ശോഷണം സംഭവിക്കുന്നില്ല. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനിൽ നിന്ന് പല പല ശക്തികൾ വന്നാൽ കൂടി ഭഗവാനിൽ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യമാണ് ശീലപ്രഭുപാദ് അവിടെ പറയുന്നത്. പരാശക്തി വിവിധ സൂയത്തെ ഒരു നമ്മുടെ ചേതാശ്വത ഉപനിഷത്തിലെ ഒരു മന്ത്രത്തിൽ പറയുന്നു. അതായത് ഭഗവാന് അനേകം ശക്തികൾ ഉണ്ടെങ്കിലും ഭഗവാൻ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഭഗവാൻ എന്നും ഭഗവാനായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് ഉള്ള കാര്യമാണ്. ആക്ച്വലി ഭഗവാൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് സൃഷ്ടിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളാകുന്നു. അപ്പം നമുക്കറിയാം നമ്മളെ ജീവാത്മാക്കളും യാഥാർത്ഥ്യമാണ്. നമുക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തിന് നാശം സംഭവിക്കുന്നു അല്ലെ, നമ്മളെ ശരീരത്തിന് നാശം സംഭവിക്കുകയാണെങ്കിൽ കൂടി ജീവാത്മാവായിട്ടുള്ള നമ്മൾക്ക് ഒരു നാശവും സംഭവിക്കുന്നില്ല. അപ്പം ജീവാത്മാവ് എന്നും ജീവാത്മാവായിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേദമന്ത്രം പൂർണ്ണസ്യ പൂർണ്ണമാതായ
പൂർണ്ണമേവാവശിഷ്യതേ അല്ലെ, പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. അപ്പം പരിപൂർണമായിട്ടുള്ള ഭഗവാന് വിവിധ ശക്തികളുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പം അനേകം ശക്തികൾ ഉണ്ടെങ്കിലും അത് സൃഷ്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രകടമാകുന്നു, അപ്രകടമാകുന്നു സൃഷ്ടിക്ക് ശേഷം. പക്ഷെ എന്നാലും ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നത്, അദ്ദേഹം എന്നെന്നും ഭഗവാനായിട്ട് തന്നെ കുടികൊള്ളുന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഭഗവാന് ഒരിക്കലും ശോഷണം സംഭവിക്കുന്ന കാര്യമാണ് ഈ ഒരു വേദമന്ത്രത്തിൽ നിന്ന് നമ്മുടെ ശീലപ്രഭ നമുക്ക് പറഞ്ഞു തരുന്നത്. നിത്യപൂർണനായ പരമപുരുഷൻ സ്വയം പരിണ ഈ വിശ്വാസ്കാരമെന്നും മറിച്ച് അവിടുത്തെ അനന്ത ബഹുവിധ ശക്തികൾ മാത്രം രൂപാന്തരപ്പെട്ടതാണ് വിശ്വാസ്കാരമെന്നും ഇതിനാൽ ഒന്നും മാറ്റമില്ലാതെ അവിടുന്ന് നിത്യനായി നിലകൊള്ളുന്നു എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നിരപേക്ഷ സത്യമായ ഈശ്വരൻ അഥവാ ബ്രഹ്മമാണ് വിശ്വാവിഷ്കാരത്തിന്റെ മൂലസ്രോതസ്. തൈത്തിരീയ ഉപനിഷത്തും നിരപേക്ഷ സത്യം അഥവാ പരമദിവത്വ പുരുഷൻ സമസ്ത വിശ്വാവിഷ്കാരവും സാധ്യമാക്കുന്നു. നിരപേക്ഷ തത്വം മൂലസ്രോതസ്സും വിശ്വാവിഷ്കാരവും ജീവസത്തകളും പരിണിത ഫലങ്ങളും ഉണ്ടാക്കുന്നു. ഇവ മൂന്നും മിഥ്യയല്ല, വാസ്തവികങ്ങളാണ്. മൂലകാരണം സത്യമാകയാൽ പരിണിത ഫലങ്ങളും സത്യനിഷ്ഠമാകുന്നു. എന്നാൽ ഭൗതിക ലോകവും ജീവസത്തകളും നിരപേക്ഷ തത്വത്തിന്റെ ഉപോൽഫലങ്ങളായി സ്വീകരിക്കുന്നത് മായയാണെന്ന് തെളിയിക്കുവാൻ ശങ്കരാചാര്യ ശ്രമിക്കുകയുണ്ടായി. ശങ്കരാചാര്യരുടെ ചിന്താഗതിയിൽ ഭൗതിക പ്രപഞ്ചത്തിന്റെയും ജീവസത്തകളുടെയും അസ്തിത്വം പരമനിരപേക്ഷ സത്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അറിവിന്റെ ഈ വിധമുള്ള വക്രതയുടെ പ്രഭാവത്താൽ മായാവാദി താത്വികന്മാർ ബ്രഹ്മസത്യ ജഗന്മിഥ്യ എന്ന മുദ്രാവാക്യം പ്രചരിപ്പിക്കുന്നു. ഇതനുസരിച്ച് നിരപേക്ഷ സത്യം മാത്രമാണ് യാഥാർത്ഥ്യമെന്നും ജീവാത്മാക്കൾ വിശ്വസൃഷ്ടി എന്നിവ കേവലം മായയാണെന്നും അർത്ഥം വരുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ മുദ്രാവാക്യം മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചാൽ സർവ്വതും പരമസത്യമാണെന്നും ജീവാത്മാക്കൾ ഭൗതിക പ്രപഞ്ചം എന്നീ പ്രതിഭാസങ്ങൾക്ക് തനതായ അസ്തിത്വമില്ലെന്നും ധ്വനിക്കുന്നു. ഇപ്രകാരം ശ്രീപാദ ശങ്കരാചാര്യർ പരമദിവ്യോത്തമ പുരുഷന്റെ മഹിമകളെ ആവരണം ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ട് പരമനിയന്താവ്, ജീവസത്തകൾ, ഭൗതിക പ്രപഞ്ചം എന്നിവ അവിഛിന്നവും ഏകവും അജ്ഞാനമയവും ആണെന്ന് ചിത്രീകരിക്കുന്നു. വിശ്വാവിഷ്കാരം മിഥ്യയാണെന്ന അദ്ദേഹത്തിന്റെ വാദം അബദ്ധജടിലമാണ്. പരമദിവ്യോത്തമ പുരുഷൻ യാഥാർത്ഥ്യമാണെങ്കിൽ അവിടുത്തെ സൃഷ്ടി മിഥ്യയാകുന്നത് എങ്ങനെ? സാധാരണ വ്യവഹാരങ്ങൾ പോലും വിശ്വാവിഷ്കാരത്തെ മിഥ്യയായി കരുതുവാൻ ഒരുവന് കഴിയുകയില്ല. അതിനാൽ വൈഷ്ണവ തത്വ ശാസ്ത്രം അനുസരിച്ച് വിശ്വാവിഷ്കാരത്തെ മിഥ്യയായി ഗണിക്കുന്നില്ല. അത് താൽക്കാലികമാണെന്ന് മാത്രം. ആവിഷ്കാരം പരമപുരുഷനിൽ നിന്നും വേർപെട്ട നിലയിലാണെങ്കിലും അവിടുത്തെ അചിന്ത്യ ശക്തിയാൽ അത്ഭുതകരമാവണ്ണം സൃഷ്ടിക്കപ്പെട്ടയാകയാൽ അതിനെ മിഥ്യ എന്ന് പറയുന്നത് പോലെ അപരാധമാണ്. അപ്പോ ഇതിൽ പറയുന്നത് മായാവാദികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബ്രഹ്മസത്യ ജഗന്മിഥ്യ. ബ്രഹ്മം മാത്രമാണ് സത്യം, ബാക്കിയൊക്കെ മിഥ്യ അല്ലെങ്കിൽ തെറ്റാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ ഒരു വാക്യമാണ്. അപ്പം ബ്രഹ്മസത്യം ജഗന്മിഥ്യ. അപ്പൊ പറയുന്നത് ബ്രഹ്മം മാത്രം സത്യം, ബാക്കിയൊക്കെ തെറ്റാണ്. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ ഭഗവാൻ സത്യമാണ്, അല്ലെങ്കിൽ ഭഗവാൻ ആ ശക്തി ഭഗവാൻ എന്ന് പറഞ്ഞ ആ ഒരു അവ്യക്തിഗത ബ്രഹ്മം എന്ന് മാത്രം സത്യം, ഭഗവാൻ ഉണ്ടാക്കിയ ശക്തികളൊക്കെ തെറ്റാണ് എന്ന് പറയുന്നതാണ് അവരുടെ ചിന്താഗതി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഭഗവാന്റെ ഒരു കാര്യത്തിനെ ശരിയെന്ന് എടുക്കുകയും ബാക്കിയുള്ള കാര്യത്തിൽ തെറ്റെന്നെടുക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ ഒരു സത്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് മറ്റേ ഭാഗം തെറ്റാണെന്ന് പറയുമ്പോൾ അതിന് വസ്തുതയില്ല. അതുപോലെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഷ്ണവ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ഒരിക്കലും എല്ലാം ബ്രഹ്മസത്യം ജഗൻ മിഥ്യ തെറ്റാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഫോൾസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയാൻ സാധിക്കും? അത് താൽക്കാലികമാണ്. നമ്മൾ കാണുന്ന ലോകം എന്ന് പറയുന്നത് തെറ്റാണ് പറയാൻ സാധിക്കും. നമ്മൾ കാണുന്ന ഈ സൂര്യൻ തെറ്റാണ്, ഈ കാണുന്ന ശക്തികൾ തെറ്റാണ്, ഈ കാണുന്ന വ്യക്തികൾ തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. അത് താൽക്കാലികമാണ്. നമുക്ക് കാണുന്ന ഈ സത്യം അത് താൽക്കാലികമായിട്ടുള്ള സത്യമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല. ഭൗതിക ലോകത്തിന്റെ സത്യം, ഭൗതിക ലോകം എന്ന് പറയുന്നത് താൽക്കാലികമായതുകൊണ്ട് അതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഈ ഒരു സിദ്ധാന്തം ബ്രഹ്മം മാത്രമാണ് സത്യം, ബാക്കിയൊക്കെ മിഥ്യ, തെറ്റാണെന്നത് ഒരിക്കലും അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. കാരണം അത് നമുക്ക് ശരിയായ രീതിയിലുള്ള എന്താണ് ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഗൻ മിഥ്യയല്ല, ജഗൻ താൽക്കാലികം. ജഗൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് താൽക്കാലികമാണ് ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ കാണുന്ന എന്തൊരു കാര്യവും കുറച്ച് നാളും കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. തെറ്റെന്ന് പറയാൻ എന്താണ്? ഒരിക്കലും ഇല്ലാത്ത കാര്യത്തിന് നമുക്ക് തെറ്റെന്ന് പറയാം. പക്ഷെ ഒരു ഉള്ള കാര്യത്തിന് നമുക്ക് തെറ്റെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഒരു ഉള്ള കാര്യത്തിന് നമുക്ക് എന്ത് പറയാം? അത് എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെ നമ്മളെന്താണ് ഭൗതിക ലോകത്തിന് നമ്മൾ സമയം വെച്ചിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്.
സമയം കൊണ്ട് സമയം അല്ലേ, നമ്മൾ നോക്കുകയാണെങ്കിൽ സമയം കൊണ്ട് എല്ലാത്തിനും നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലേ, നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കാലം എല്ലാത്തിനും വിഴുങ്ങാണ് അല്ലേ. കാലോസ്മിൻ പരദർശവ. അപ്പൊ കാലം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ആ ശക്തിയും നമ്മൾ എല്ലാത്തിനും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന എന്ത്, നമ്മൾ യുവത്വമായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്തൊരു കാര്യവും ഭൗതിക ലോകത്തിൽ കാണുന്ന കാര്യമായാലും ശരി, അതൊക്കെ കാലക്രമേണ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ അത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അത് നമ്മൾ എന്താ സംഭവിക്കുക, അത് ഇല്ലാതാവും. അപ്പൊ ഇല്ലാതാവുന്നത് കൊണ്ട് അത് നമുക്ക് എന്നെന്നും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല, അത് താൽക്കാലികമാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അഭക്തന്മാർ അത്ഭുതകരമായ ഭൗതിക സൃഷ്ടിയെ അഭിനന്ദിക്കാറുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള പരമദൈവത്വ പുരുഷന്റെ ബുദ്ധിയെയും ശക്തിവിശേഷങ്ങളെയും അഭിനന്ദിക്കാൻ അവർക്ക് കഴിയാറില്ല. ശ്രീവാ രാമാനുജാചാര്യർ ഐത്തരീയ ഉപനിഷത്തിലെ 1:1 ആത്മാ വ ഇദം അഗ്ര ആസീത് എന്ന ഒരു സൂത്രവാക്യം ഉദ്ധരിക്കുന്നു. പരമോന്നത ആത്മാവായ നിരപേക്ഷ തത്വം സൃഷ്ടിക്കും മുമ്പേ നിലനിന്നിടൂ എന്നതാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷൻ പൂർണ്ണമായും ആത്മീയ തലത്തിലാണെങ്കിൽ എങ്ങനെയാണ് അവിടുന്ന് ഭൗതിക സൃഷ്ടിയുടെ സ്രോതസ്സാവുന്നത്? എങ്ങനെയാണ് അവിടുന്ന് ഭൗതികവും ആത്മീയവുമായ ശക്തികൾ അടങ്ങിയിരിക്കുന്നത് എന്ന് ഒരുവൻ വാദിച്ചേക്കാം. ഇതിന് മറുപടി ആയി രാമാനുജാചാര്യർ തൈത്തിരീയോപനിഷത്തിലെ 3.1 ഒരു മന്ത്രം ഉദ്ധരിക്കുന്നു. യഥോവാ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജാതനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി വിശന്തി. വിശ്വാവിഷ്കാരം മുഴുവനും പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും ആവിർഭവിക്കുകയും അവിടുന്ന് സ്ഥിതി ചെയ്യുകയും സംഹാരത്തിന് ശേഷം വീണ്ടും അവിടുന്ന് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ മന്ത്രം സ്ഥിരീകരിക്കുന്നത്. ജീവസത്ത എന്നെന്നും സ്വഭാവേന ആത്മീയ തലത്തിലാണ്. ആത്മീയ ലോകത്തിലോ അല്ലെങ്കിൽ ഭഗവത് ശരീരത്തിലോ പ്രവേശിച്ചു കഴിഞ്ഞാലും വ്യക്തിഗത ജീവാത്മാവെന്ന തന്റെ വ്യക്തിത്വം ജീവസത്ത നിലനിർത്തുന്നു. രാമാനുജാചാര്യർ ഇതിന് ഒരു സാദൃശ്യം വിവരിക്കുന്നു. പച്ച നിറമുള്ള ഒരു പക്ഷി പച്ച നിറമുള്ള ഒരു വൃക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ അത് വൃക്ഷവുമായി ഏകീഭവിക്കുന്നില്ല, വൃക്ഷത്തിന്റെ പച്ചപ്പുമായി ഏകീഭവിച്ചതായി തോന്നുമെങ്കിലും പക്ഷി എന്ന അതിന്റെ വ്യക്തിത്വം അത് നിലനിർത്തുന്നു. അതേപോലെ ഘോരവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വന്യമൃഗം ബാഹ്യദൃഷ്ടിയ കാട്ടിനുള്ളിൽ അപ്രത്യക്ഷമായാലും വാസ്തവത്തിൽ അതിന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നു. ഇതുപോലെ ഭൗതിക അസ്തിത്വത്തിൽ ഭൗതിക ശക്തിയും തടസ്സശക്തിയായ ജീവസത്തകളും അവരവരുടെ വ്യക്തിത്വം നിലനിർത്തുന്നു. ഇപ്രകാരം ഭഗവത് ശക്തികൾ വിശ്വാവിഷ്കാരത്തിൽ പരസ്പരം പ്രവർത്തിക്കുന്നുവെങ്കിലും ഓരോന്നും അതിന്റെ അസ്തിത്വം നിലനിർത്തുന്നു. അതുകൊണ്ട് ഭൗതിക ശക്തിയോടും ആത്മീയ ശക്തിയോടും ചേരുമ്പോഴും അവിടെ വ്യക്തിത്വത്തിന് നഷ്ടം സംഭവിക്കുന്നില്ല. ശ്രീ രാമാനുജാചാര്യരുടെ വിശിഷ്ട ദ്വൈത തത്വം അനുസരിച്ച് ഭഗവത് ശക്തികളെല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ഓരോന്നും അതിൻ്റെതായ വ്യക്തിത്വം പുലർത്തുന്നു. വൈശിഷ്ട്യം. ശ്രീപാദ ശങ്കരാചാര്യ വേദാന്ത സൂത്രത്തിലെ ആനന്ദമയോ അഭ്യാസാദ് എന്ന വാക്യങ്ങളെ തെറ്റായി വ്യാഖ്യാനം ചെയ്ത് വായനക്കാരെ വഴിതെറ്റിക്കുകയും വ്യാസദേവനിൽ പോലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വേദാന്ത സൂത്രത്തിലെ എല്ലാ സൂത്രങ്ങളും ഇവിടെ വിശകലനം ചെയ്യുവാൻ കഴിയില്ല. അതിനാൽ ഞങ്ങൾ വേദാന്ത സൂത്രത്തെ ഒരു പ്രത്യേക വാല്യമായി പ്രസിദ്ധീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇവിടെ ആചാര്യന്മാർ എന്ത് പറയുന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശ്രീപാദ് രാമാനുജാചാര്യർ ശ്രീ സമ്പ്രദായത്തിലെ വളരെ പ്രസിദ്ധമായ ആചാര്യൻ, അദ്ദേഹം ഈ മായവാദ ഭാഷ്യത്തെ എങ്ങനെ ഖണ്ഡിക്കുന്നുള്ള കാര്യമാണ്, ശങ്കരാചാര്യരുടെ ആ സിദ്ധാന്തത്തിനെ എങ്ങനെ ഖണ്ഡിക്കുന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ പറയുന്നു, പരമദിവ്യോത്തമ പുരുഷൻ പൂർണ്ണമായും ആത്മീയ തലത്തിലാണെങ്കിൽ എങ്ങനെയാണ് അവിടുന്ന് ഭൗതിക സൃഷ്ടിയുടെ സ്രോതസ്സാകുന്നത്? എങ്ങനെയാണ് അവിടുന്ന് നിന്ന് ഭൗതികവും ആത്മീയവുമായ ശക്തികൾ അടങ്ങിയിരിക്കുന്നത് എന്ന് ഒരാൾക്ക് സംശയം ചോദിക്കാം. അപ്പൊ നല്ലൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ആത്മീയ തലത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ആത്മീയ തലത്തിലാണ്. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ ഭൗതിക സൃഷ്ടിയുടെ സ്രോതസ് എങ്ങനെ ആവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യമാണ് വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് ഭൗതികവും ആധ്യാത്മികപരമായിട്ടുള്ള ശക്തികളെ എങ്ങനെ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം ഉത്തരം പറയുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അല്ലെ. അഹം സർവസ്യ പ്രഭവം അത്തസർവം പ്രവർത്തനം. എന്നിൽ നിന്നാണ് ആത്മീയപരമായിട്ടുള്ളതും ഭൗതികപരമായിട്ടുള്ള ലോകങ്ങൾ വന്നിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഭഗവാൻ നമുക്ക് ഭഗവാൻ വിശ്വസിക്കുന്നു, ഭഗവാന്റെ വ്യക്തി വിശ്വസിക്കുകയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്യങ്ങളെ നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ ഭഗവാനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഭഗവാൻ നിരാകാരനാണ് അല്ലെങ്കിൽ ഭഗവാൻ വ്യക്തിത്വമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മാത്രം വിശ്വസിക്കും, പക്ഷെ അദ്ദേഹം പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഇതുപോലെ തന്നെ തൈത്തിരീയ ഉപനിഷത്തിലുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ രാമാനുജാചാര്യർ പറയുന്നു അതുപോലെ തന്നെ അല്ലെ.
വിശ്വാസക്കാരൻ മുഴുവനും പരമദിവസഘോഷത്തിൽ നിന്ന് ആവർഭിക്കുകയും അവിടെ നിന്ന് സ്ഥിതി ചെയ്യുകയും സംഹാരത്തിന് ശേഷം വീണ്ടും അവിടെ നിന്ന് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ മന്ത്രം സ്ഥിരീകരിക്കുന്നത്. അപ്പൊ വളരെ വ്യക്തമായിട്ടും നല്ല ഉത്തരം ഇവിടെ ആര് കൊടുത്തു? നമുക്ക് രാമാനുജാചാര്യർ കൊടുക്കാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം അല്ലെ, എല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നു, കുറച്ചു കാലം നിൽക്കും, തിരിച്ച് ഭഗവാനിലോട്ട് പോകുന്നു. അപ്പൊ ഒരിക്കലും ഭഗവാൻ അത് മനസ്സിലാക്കാൻ കാര്യം, ഭഗവാൻ ഒരിക്കലും മാറ്റങ്ങൾ സംഭവിക്കില്ല. ഭഗവാൻ എന്നും ഭഗവാനായിട്ടിരിക്കും. പക്ഷെ ഭൗതിക ലോകത്തിൽ താൽക്കാലികമായിട്ടുണ്ടാവും. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ അതാണ് ശീലപ്രഭുതോട് പറയുന്നത്. ഇതിനെ വളരെ വ്യക്തമായിട്ടും നമ്മൾ രണ്ടാം സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ശീലപ്രഭുപാദ് വേദവ്യാസന്റെ പല ശ്ലോകങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഈ ഭൗതിക ലോകം ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി അതൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിൽ പറയുന്നു അല്ലെ, അതിനടുത്തായിട്ട് ജീവസത്ത എന്തെന്നും സ്വഭാവേന ആത്മീയ തലത്തിലാണ്, ആത്മീയ ലോകത്തിലോ അല്ലെങ്കിൽ ഭഗവത് ശരീരത്തിലോ പ്രവേശിച്ചു കഴിഞ്ഞാലും വ്യക്തിഗത ജീവാത്മാവ് എന്ന തന്റെ വ്യക്തിത്വം ജീവസത്ത നിലനിർത്തുന്നു. അപ്പം ജീവാത്മാവ് എന്നും ജീവാത്മാവാണ്, ഭഗവാൻ എന്നും ഭഗവാൻ. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് അല്ലെ, നത്യവാഹം ജാതുനാശം നത്വേ നിയമേ ജനാധിപ നജൈവം ഭവിഷ്യാമ സർവയുമായി അതപ്പരം. അപ്പം അതിൽ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അർജുനന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, ഈ യുദ്ധക്കളത്തിൽ കാണുന്ന എല്ലാ പോരാളികളും നീ അടക്കം നിങ്ങളെല്ലാവരും മുന്നേ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെ ഉണ്ടായിരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് വ്യക്തിത്വത്തിന് ഒരിക്കലും നഷ്ടം സംഭവിക്കുന്നു. നമ്മൾ ഭൗതിക ശരീരത്തിനാണ് നഷ്ടം, ഭൗതിക ശരീരം ഇല്ലാതാവായിരിക്കും, പക്ഷെ ഒരു വ്യക്തിയുടെ ജീവാത്മാവ് ഇന്നും സനാതനമായിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കിളി വന്നിട്ട് ഒരു നല്ല പച്ചപ്പുള്ള ഒരു മരത്തിന്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പൊ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ പച്ചക്കിളി പച്ചമരത്തിലോട്ട് അകത്തോട്ട് ഒന്നായി നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് ശരിയാണോ? അല്ല. നമ്മൾ എന്താണ്, പച്ചക്കിളി ഓൾറെഡി ആ പച്ചമരത്തിനകത്തുണ്ട്. അപ്പൊ ഒരു വ്യക്തി വ്യക്തമായിട്ട് അതിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കാണാൻ സാധിക്കും, ഈ പച്ച ഇലകൾക്കിടയിൽ കൂടെ അവിടെ ഒരു പച്ചക്കിളി കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് മേ ബി തോന്നാം ആ പച്ചക്കിളിയും പച്ചമരവും ഒന്നായി ചിന്തിക്കാം. പക്ഷെ അത് നമ്മുടെ ബുദ്ധിക്കുറവും നമ്മുടെ മണ്ടത്തരമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ മരവും അവിടെ ഉണ്ട്, കിളി അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്റ്റേണലി കാണുന്ന സമയത്ത് ആ കിളിയും മരവും ഒന്നായിട്ട് മാറി ചിന്തിക്കും. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയണം, ഒരു വന്യമൃഗം കാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വന്യമൃഗം കാടായിട്ട് ഒന്നായി ചിന്തിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ആ കാട്ടില് വന്യമൃഗം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിനെ നോക്കുകയാണെങ്കിൽ, വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആ കാട്ടിനകത്ത് ഒരു വന്യമൃഗം ഉണ്ടെന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ജീവാത്മാക്കള് എന്നെന്നും ഭഗവാന്റെ ദാസന്മാരാണെന്നും ഭഗവാൻ എന്നെന്നും പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ഭഗവാനാണെന്നും ജീവാത്മാക്കളുടെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഈ പരമദിവ്യത്വ പുരുഷനായ ഭഗവാനെ എന്നെന്നും സേവനം ചെയ്യുക. നമ്മൾ ഇവിടെ ആയാലും ശരി, ഇനി ഗോലോക വൃന്ദാവനത്തിൽ പോയാലും ശരി, നമ്മൾ എന്നും ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടും ഇവിടെ ശീല പ്രഭുപാദ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഞാനും ഭഗവാനും ഒന്നാണ്, ഞാൻ ഭഗവാനായിട്ട് മാറിത്തീരും, അല്ലെങ്കിൽ ഇതൊക്കെ മായയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാനും ഭഗവാനും ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭൗതികലോകത്തിൽ വന്ന് വീണത്? അപ്പൊ ഞാൻ എന്നെന്നും ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഭഗവാനായിട്ടായിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ഭഗവാൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ താഴോട്ട് വന്ന് വീണു, പിന്നെ വീണ്ടും ഭഗവാനാവും. അപ്പൊ അതിലെന്ത് അസ്തിത്വമാണുള്ളത്? അപ്പൊ ശീല പ്രഭുപാദും ഒരു കാര്യം പറയാറുണ്ട്. അപ്പം ഒരു ട്രെയിൻ യാത്രയ്ക്ക് സമയത്ത് ഞാൻ ഒരു 2-3 മിനിറ്റ് കൂടി എടുക്കാം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു ലീല സംഭവിച്ചാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു കുംഭമേള ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആക്ച്വലി അദ്ദേഹം ഒരു മായാവതി സന്യാസിയെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പം മായാവതി സന്യാസി പറയും നമോ നാരായണായ എന്ന് പറയും. അപ്പൊ അവരെന്താണ് പറയുന്നത്, ഞാനും നാരായണനാണ്, നിങ്ങളും നാരായണനാണ് എന്ന രീതിയിലാണ് നമോ നാരായണായ എന്ന് പറയുന്നത്. അപ്പം ശീലപ്രഭുപാദ് പറഞ്ഞു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു തിരിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനും ഭഗവാനാണ്, നിങ്ങളും ഭഗവാനാണ്, ഇവിടെ കാണുന്ന എല്ലാവരും ഭഗവാനാണ് എന്ന ചിന്താഗതികൾ അവർ പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ മറന്നിരിക്കുകയാണ് ഭഗവാനാണെന്ന കാര്യം. അപ്പൊ ഇത് നമ്മൾ തിരിച്ച് മോക്ഷം കിട്ടുമ്പോൾ നമ്മൾ ഭഗവാനാണെന്നുള്ള ഓർമ്മ നമുക്ക് തിരിച്ചു വരുന്നതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ രാത്രിയായ സമയത്ത് അദ്ദേഹം പറഞ്ഞു. അപ്പം രാത്രിയായപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പം ഉറങ്ങുന്ന സമയത്ത് ശീലപ്രഭുപാദ് അദ്ദേഹം ഒരു കമ്പിളി പുതപ്പെടുത്ത് അദ്ദേഹം മൂടിക്കിടന്ന് ഉറങ്ങി. ഈ മായാവതി സന്യാസം എന്ന് സംഭവിച്ചു, അദ്ദേഹത്തിന് രാത്രി തണുത്ത് വരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു പ്രഭുപാദിനോട് ചോദിച്ചു, എനിക്കൊരു പുതപ്പ് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾ ഭഗവാനാണെന്ന്. അപ്പൊ ഭഗവാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തണുപ്പോ ഇതൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഭഗവാനാണ് നിങ്ങൾ തണുപ്പിന്റെയൊക്കെ ശക്തി നിങ്ങൾക്കാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ തണുപ്പ് കുറച്ച് തണുപ്പില്ലാതെ നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പുതപ്പ് ചോദിക്കുന്നത്? ശീലപ്രഭുപാദ് തമാശയോടെ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ചെറിയൊരു ലോജിക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആരെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ. നമുക്ക് ഒരിക്കലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു തത്വം തന്നെയാണ്, നമ്മൾ എന്നെന്നും നമ്മൾ ഭഗവാൻ ദാസന്മാരാണ്. ഭഗവാൻ എന്ന് പറയുന്നത് പരമദിവ്യ പുരുഷൻ കൃഷ്ണൻ മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അനേകം ശീല പ്രഭുപാദ് അങ്ങനെ പല പല ലീലകളിലും വളരെ വ്യക്തമായിട്ടും പ്രഭുപാദ്
ഇതിനെപ്പറ്റി പറയാറുണ്ട്. ഞാനിപ്പോ നമുക്ക് ഓൾറെഡി സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ലോജിക് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മള് ഭഗവാന്റെ ദാസന്മാരാണെന്നും ഭഗവാൻ എന്നെന്നും ഭഗവാനാണെന്നും. അപ്പൊ മായാവത സിദ്ധാന്തം എന്ന് പറയുന്നത് ജസ്റ്റ് അതിന് അസ്തിത്വമില്ലെന്നും ഈ മായാവത സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തിനാണ് ഞാൻ ഭഗവാനെ ഒരു പരിമിതിബോധ പുരുഷനായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ കേൾക്കണം. അപ്പൊ അദ്ദേഹത്തെ എനിക്ക് ശരണം പ്രാപിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കണം. പൊതുവെ ആൾക്കാർക്ക് ഒരു വ്യക്തിയെടുത്ത് സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉപദേശം കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്ത് പറയുന്നു, അപ്പൊ ശരി ഞാൻ ഭഗവാനാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ഈ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഭഗവത്ഗീതയിലുള്ള ഉപദേശങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഭഗവാനാണ്, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാം എന്നുള്ള ചിന്താഗതിയാണ് ഇന്നത്തെ ഈ ഒരു ജനതയിൽ ഇത് പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള യൂത്തിലും അത് തന്നെയാണ്. പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ എന്തിനാണ് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നത്, എനിക്ക് എന്റെ ജീവിതം എനിക്ക് എൻജോയ് ചെയ്യാം എന്നുള്ള ചിന്താഗതി. പക്ഷെ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്, നമ്മൾ ഇപ്പൊ ഭഗവാൻ ശരണം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മരണസമയത്ത് ഭഗവാൻ എന്തായിട്ട് വരും, മരണമായിട്ട് വരും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല്ലേ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മൾ ഇപ്പൊ തന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ എന്നെന്നും ഭഗവാന്റെ കൂടെ നമുക്ക് സന്തോഷകരമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷെ ഇന്നിപ്പോ ഭഗവാനെ മറന്ന് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നും ആസ്വാദനം കിട്ടില്ല, എന്നെന്നും നമുക്ക് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള തത്വമാണ് പ്രഭുപാദ് നമുക്ക് ഈ ഫിലോസഫിയോട് പറഞ്ഞിരുന്നത്. നമുക്ക് ശീല പ്രഭുപാദ് ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഈ മായാവത സിദ്ധാന്തത്തിനെ നമുക്ക് ഖണ്ഡനം ചെയ്യാൻ സാധിക്കുക, എങ്ങനെ അതിനെ ഖണ്ഡനം ചെയ്യണം എന്നും എന്താണ് ശരിയായിട്ടുള്ള വൈഷ്ണവ സിദ്ധാന്തം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ നിരന്തരം വായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. അപ്പൊ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയ ഒരു ശ്ലോകമായിരുന്നു. അപ്പം എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമുക്ക് ഈ ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഭാവാർത്ഥം ഒന്നുകൂടി വായിച്ചു നോക്കുക. വളരെ വ്യക്തമായിട്ടും പ്രൂവാത് അതിനെപ്പറ്റി ചർച്ച ചെയ്തിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് സമയമുണ്ട്, ചോദിക്കാം. ഓൾറെഡി 5:45 ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ആസ്തിക്യ സിദ്ധാന്തത്തിന് വെല്ലുവിളിയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നാസ്തികമല്ലല്ലോ മായാവാദം. ഏതാണ് മതി ആസ്തിക സിദ്ധാന്തത്തിന് ഈശ്വരൻ ഇല്ലാന്ന് അവര് പറയുന്നില്ലല്ലോ, ഉണ്ടോ? ഈശ്വരൻ നമ്മളും ഈശ്വരനാണ്, എല്ലാരും ഈശ്വരനാണെന്നുള്ള ചിന്താഗതിയാണ് അവർ പറയുന്നത്. അതാണോ? അതെ അതെ അതെ. ഭഗവാൻ ഇല്ല എന്നുള്ള തത്വം. കാരണം ഈ മായാവതി സിദ്ധാന്തം ഫോളോ ചെയ്യുന്ന വ്യക്തികൾ അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ സുപ്രീമസി അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല മാതാജി, മനസ്സിലായില്ലേ? അപ്പൊ അവര് ഞാനും ഭഗവാനാണ് നിങ്ങളും ഭഗവാനാണെന്ന് പറയുമ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെ? ഇപ്പൊ ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണല്ലോ ശരിക്കും, കൃഷ്ണനാണ് ഭഗവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പൊ നമ്മൾ എല്ലാവരും ഭഗവാനാണെന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ എന്നൊരു വ്യക്തിത്വത്തിന് അസ്തിത്വമില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ശീല പ്രഭുപാദ് പറയുന്നത് അത് നാസ്തിക സിദ്ധാന്തത്തിന് തുല്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നതാണ് ശീല പ്രഭുപാദ് പറയുന്നത്. മാതാജി മനസ്സിലായോ? മാജിക്ക് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് മനസ്സിലായോ? അപ്പൊ ആ രീതിയിലാണ്. കാരണം എല്ലാവരും ഭഗവാനാണെന്ന് പറയുമ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അസ്തിത്വമില്ല അല്ലെ? ഭഗവാൻ എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ചിന്തിക്കാം, ഞാനും പ്രൈം മിനിസ്റ്റർ ആണ് നിങ്ങളും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ പ്രൈം മിനിസ്റ്റർ എന്നൊരു പോസ്റ്റിന് അർത്ഥമില്ലല്ലോ, എല്ലാവരും പ്രൈം മിനിസ്റ്റർ ആയി. അപ്പൊ പ്രൈം മിനിസ്റ്റർ എന്ന പോസ്റ്റ് അർത്ഥമില്ല. അതെ അതെ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് ഒരു നാസ്തിക സിദ്ധാന്തത്തിന് തുല്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നു മാതാജി. എനിക്ക് അടുത്ത ശ്ലോകത്തിൽ കുറച്ചുകൂടി ഇത് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് മാജി ഇതിനെപ്പറ്റി, ഈ നാസ്തിക സിദ്ധാന്തത്തിനെ പറ്റി. അതിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മാജി. താങ്ക് യു മാതാജി. നല്ലൊരു ചോദ്യമായിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. Thank you, Prabhu. Hare Krishna. ശ്രീ ചരിത്ര ചരണം की जय, शील प्रभुपाद की जय, वेद भगवत की हरे कृष्ण. Thank you, Prabhu. Hare Krishna. Hare Krishna.